യൂണിറ്റ് 9 സുരക്ഷിത യാത്ര. കൂട്ടുകാരെ, നിങ്ങൾ ഇന്നത്തെ പത്രം വായിച്ചില്ലേ? എന്തെല്ലാമാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ? മുകളിലുള്ള ചിത്രത്തിലെ വാർത്തകൾ കണ്ടല്ലോ. ദിവസേന ഇത്തരം എത്രയെത്ര വാർത്തകളാണ് വരാറുള്ളത്. ഇത്രയധികം റോഡപകടങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരിക്കും? എഴുതി നോക്കൂ. താഴെ പറയുന്ന കാരണങ്ങൾ തന്നെയാണോ നിങ്ങളും കണ്ടെത്തിയത്? അമിതവേഗം, അശ്രദ്ധ, വാഹനപ്പെരുപ്പം, മദ്യപിച്ച് വാഹനമോടിക്കുന്നത്, സുരക്ഷിതമല്ലാത്ത റോഡുകൾ, സുരക്ഷിതമല്ലാത്ത വാഹനങ്ങൾ, ഡ്രൈവറുടെ പരിചയക്കുറവ്, റോഡ് നിയമങ്ങൾ പാലിക്കാത്തത്. റോഡപകടങ്ങൾ സംഭവിക്കുന്നതിന് ഇങ്ങനെ നിരവധി കാരണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്താനാകും. അപകടങ്ങൾ സംഭവിക്കാതിരിക്കാനല്ലേ നാം ശ്രദ്ധിക്കേണ്ടത്? റോഡ് നിയമങ്ങൾ പാലിക്കുക എന്നതാണ് അതിനുള്ള ഏറ്റവും നല്ല മാർഗം. റോഡ് നിയമങ്ങൾ പാലിച്ച് വാഹനം ഓടിക്കുകയാണെങ്കിൽ എത്രയെത്ര അപകടങ്ങൾ ഒഴിവാക്കാനാകും. വാഹനം ഓടിക്കുന്നവർ മാത്രമാണോ റോഡ് നിയമങ്ങൾ പാലിക്കേണ്ടത്? കാൽനട യാത്രക്കാരും ബസ് യാത്രക്കാരും സൈക്കിൾ യാത്രക്കാരും നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ യാത്രയും ജീവിതവും സുരക്ഷിതമാകൂ. നിങ്ങൾ വിദ്യാലയത്തിലേക്ക് നടന്നാണോ വരാറുള്ളത്? റോഡിന്റെ വലതുവശം ചേർന്നാണ് കാൽനട യാത്രക്കാർ സഞ്ചരിക്കേണ്ടതെന്ന് പറയാൻ കാരണം എന്താണ്? റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കുമ്പോൾ നമുക്ക് എതിരെ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാം. പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നമ്മുടെ ഇടതുവശത്ത് കൂടിയാണ് സഞ്ചരിക്കുക. നടപ്പാത ഉണ്ടെങ്കിൽ അതിലൂടെ മാത്രമേ നടക്കാവൂ. തിരക്കേറിയ പ്രദേശങ്ങളിലും പട്ടണങ്ങളിലും കാൽനടക്കാർക്കുള്ള നടപ്പാത ഉണ്ടല്ലോ. റോഡുകളിൽ ചിത്രത്തിലുള്ളതുപോലെ ചില അടയാളങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത് കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചു കിടക്കാനുള്ള ഇടമാണ്. ഇതിന് സീബ്ര ലൈൻ എന്നാണ് പറയുന്നത്. സീബ്ര ലൈനിലൂടെ മാത്രമേ റോഡ് മുറിച്ചു കിടക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ പ്രദേശത്തെ റോഡുകളിൽ ഇതുപോലെ അടയാളങ്ങളുണ്ടോ? കാൽനടക്കാർ റോഡ് മുറിച്ചു കിടക്കുന്ന ചിത്രം നോക്കൂ. സീബ്ര ലൈനിൽ കൂടിയാണോ നിങ്ങളും റോഡ് മുറിച്ചു കിടക്കാറുള്ളത്? സീബ്ര ലൈൻ ഇല്ലാത്ത ഇടങ്ങളിൽ റോഡ് മുറിച്ചു കിടക്കേണ്ടത് എങ്ങനെയാണ്? റോഡിന്റെ വലതുവശത്തു നിന്നും ഇടതുവശത്തു നിന്നും വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം മുന്നോട്ട് പോകുക. അടയാള വിളക്കുകൾ. തിരക്കേറിയ കവലകളിലെല്ലാം വാഹനങ്ങൾക്കും യാത്രക്കാർക്കും വേണ്ടി ചില അടയാള വിളക്കുകൾ റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലേ? മുകളിലുള്ള ചിത്രങ്ങൾ നോക്കൂ. അടയാള വിളക്കുകളിലെ ഓരോ നിറത്തിലുള്ള അടയാളവും സൂചിപ്പിക്കുന്നത് എന്താണെന്ന് എഴുതൂ. ഈ അടയാളങ്ങൾ ശ്രദ്ധിച്ചു വേണം യാത്ര ചെയ്യേണ്ടത്. ഇതുപോലെ ഇനിയുമുണ്ട് നിരവധി അടയാളങ്ങൾ. യാത്രയിൽ റോഡരികിൽ പ്രത്യേക ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്ന ചിഹ്നങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അവ ഓരോന്നും എന്താണ് സൂചിപ്പിക്കുന്നതെന്നും കണ്ടെത്തൂ. വാഹനം ഓടിക്കുന്നവരും കാൽനടയാത്രക്കാരും മാത്രമല്ല നിയമങ്ങൾ പാലിക്കേണ്ടത്. ബസ്സിലും മറ്റ് വാഹനങ്ങളിലും യാത്ര ചെയ്യുന്നവരും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തെല്ലാമാണവ? വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കൈയും തലയും പുറത്തിടരുത്. ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറരുത്. വാഹനം നിർത്തിയതിനു ശേഷം മാത്രം ഇറങ്ങുക. വാഹനത്തിലിരുന്ന് പുറത്തേക്ക് തുപ്പരുത്. വാഹനത്തിൽ സുരക്ഷിതമായി പിടിച്ചിരിക്കുക. സീറ്റ് ബെൽറ്റ് ധരിക്കുക. കുഞ്ഞിക്കൈകളും വലിയ സഹായവും. മിനിമോൾ സ്കൂളിലേക്കുള്ള യാത്രയിലാണ്. റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നു. റോഡരികിലൂടെ ശ്രദ്ധയോടെ അവൾ നടന്നു. അന്ധനായ ഒരു വൃദ്ധൻ റോഡ് മുറിച്ചു കടക്കാൻ പ്രയാസപ്പെടുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. കണ്ടാൽ തന്റെ അപ്പൂപ്പന്റെ പോലെ തന്നെ തോന്നും. കണ്ണ് കാണാനാവാത്ത ആ വൃദ്ധന്റെ അവസ്ഥ കണ്ട് മിനിമോൾക്ക് വിഷമം തോന്നി. അവൾ ആ അപ്പൂപ്പന്റെ സമീപത്തെത്തി. അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിച്ചു. അപ്പൂപ്പന് ആശ്വാസമായി. അദ്ദേഹം പറഞ്ഞു, മോൾക്ക് നല്ലത് വരും. സ്കൂളിനെ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ അവൾ മനസ്സിൽ പറഞ്ഞു, ആ അപ്പൂപ്പന് അപകടമൊന്നും വരുത്തരുതേ. മിനിമോൾ ചെയ്ത കാര്യം ശരിയല്ലേ കൂട്ടുകാരെ? നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇത്തരം സന്ദർഭങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങളുടെ കരങ്ങൾ അവർക്ക് എത്ര ആശ്വാസമാകുമെന്ന് ചിന്തിച്ചു നോക്കൂ. റോഡ് മുറിച്ചു കടക്കാൻ പ്രയാസപ്പെടുന്നവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നിങ്ങൾ റെയിൽവേ ക്രോസ് കടന്നാണോ വിദ്യാലയത്തിലേക്ക് വരുന്നത്? റെയിൽപാളം മുറിച്ചു കടക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരിക്കലും റെയിൽപാളത്തിലൂടെ നടക്കരുത്. അടയാള വിളക്ക് കണ്ടാൽ ഒരിക്കലും റെയിൽപാളം മുറിച്ചു കടക്കാൻ ശ്രമിക്കരുത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ എത്ര വലിയ അപകടമാണ് സംഭവിക്കുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വാഹനം ഓടിക്കാം.
ഇനി നമുക്ക് വാഹനമോടിച്ച് ഒരു കളിയായാലോ? കൂട്ടുകാർ തയ്യാറല്ലേ? നിങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ടിൽ റോഡ് വരയ്ക്കൂ. ചിലയിടങ്ങളിൽ വലത്തോട്ടും ചിലയിടങ്ങളിൽ ഇടത്തോട്ടും റോഡ് വരയ്ക്കാൻ ശ്രദ്ധിക്കണം. 2-3 ഇടങ്ങളിൽ സീബ്ര ലൈൻ വരച്ചോളൂ. 5-6 കുട്ടികൾ വാഹനങ്ങളായി മാറണം. ഏത് വാഹനമാണെന്നറിയാൻ വാഹനത്തിന്റെ പേരെഴുതിയ ബോർഡ് കഴുത്തിൽ തൂക്കണം. 2-3 കുട്ടികൾ സൈക്കിൾ സവാരിക്കാരാകട്ടെ. കാൽനട യാത്രക്കാർ ആരൊക്കെയാണ്? നിങ്ങൾ തീരുമാനിച്ചോളൂ. ഒരു ട്രാഫിക് പോലീസും വേണം. ചുവപ്പ്, മഞ്ഞ, പച്ച എന്നീ സിഗ്നൽ ലൈറ്റുകൾ സൂചിപ്പിക്കുന്ന ബോർഡുകൾ പിടിച്ച് 3 പേർ തയ്യാറായി നിൽക്കണം. എല്ലാവരും തയ്യാറായില്ലേ? ഇനി കളി തുടങ്ങിക്കോളൂ. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അപകടങ്ങൾ വല്ലതും സംഭവിച്ചോ? എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ? ഇനി എന്തെല്ലാം ശ്രദ്ധിക്കണം? എല്ലാവർക്കും കളി ഇഷ്ടമായില്ലേ? താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ ചെയ്യാൻ പാടുള്ളവയ്ക്ക് നേരെ ടിക്ക് അടയാളവും ചെയ്യാൻ പാടില്ലാത്തവയ്ക്ക് നേരെ ഇൻറ്റു അടയാളവും നൽകൂ. റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കണം. ഓടുന്ന വാഹനത്തിൽ ചാടിക്കയറുക. ഇരുവശവും നോക്കി റോഡ് മുറിച്ചു കടക്കുക. റോഡിൽ കൂട്ടുകാരോടൊപ്പം കളിക്കുക. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിക്കരുത്. റെയിൽ പാളത്തിലൂടെ നടക്കുക. സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുക. റോഡിൽ കൂട്ടം കൂടി നടക്കുക. യാത്രക്കാർ കൈയും തലയും പുറത്തിടരുത്. ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ ഹെൽമറ്റ് ധരിക്കണം. റോഡ് നിയമങ്ങൾ പാലിക്കാം. യാത്ര സുരക്ഷിതമാക്കാം.